നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുമിത. അപ്പോൾ ഇന്ന് നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ച് നല്ല അടിപൊളി ഒരു ചാളക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കറി റെഡിയാക്കുന്നത് മൺചട്ടിയിലാണ്. അപ്പോൾ മൺചട്ടിയിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു 6 ചുവന്നുള്ളി ചതച്ചത്, അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 3 പച്ചമുളക് നെടുകെ കീറിയത്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഞാൻ. അത് നമ്മുടെ മൺചട്ടിയിലേക്ക് അങ്ങ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. അപ്പോൾ പച്ചമുളകിൻ്റെ എരി നോക്കിയിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയുടെ അളവ് അധികം കൂടി പോകേണ്ട, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതേപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ കൈ വെച്ചിട്ട് നല്ല പോലെ ഞെരടി തിരുമിയെടുക്കുക. അത് നല്ല പോലെ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ, ഞെരടി തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് 2ാം പാലും 1ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ 2ാം പാലാണ്. ഞാൻ 2 ഗ്ലാസ് അളവിൽ, അതായത് ഒരു 240 ml ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അളവിൽ അളന്ന് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലാണ്. അത് മൊത്തത്തിൽ അങ്ങ് നമ്മുടെ ചട്ടിയിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് കൈവച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പുളിയാണ് ചേർക്കുന്നത്. പുളി നേരിട്ടല്ല, പുളി ഞാൻ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ നേരത്തേക്ക് സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോൾ നല്ല പോലെ വെള്ളത്തിലേക്ക് പുളിയൊക്കെ ഇളകി വന്നിട്ടുണ്ട്. അത് വെള്ളവും പുളിയും കൂടി നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോ പുളിയുടെ ടേസ്റ്റ് വ്യത്യാസം വന്നിരിക്കും. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് മൂടി വെച്ച് നല്ല പോലെ തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്ന കറിയിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ഈ റെസിപ്പിയിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചാളയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ ചാളയാണ് കേട്ടോ. അപ്പോൾ വലിയ മീനായതുകൊണ്ട് ഞാൻ ഓരോ മീനും 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ മീൻ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നോക്കിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മീൻ നല്ല പോലെ അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ നോക്കിയാൽ തന്നെ കാണാം, നമ്മുടെ ചട്ടിയുടെ സൈഡിലൊക്കെ എണ്ണ നല്ല പോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചാറൊക്കെ നല്ല പോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ മീനൊന്നും ഉടഞ്ഞു പോകാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമ്മൾ ഒരുപാട് സ്പൂൺ ഇട്ടിട്ട് അങ്ങ് കുത്തി ഇളക്കരുത്. ജസ്റ്റ് നമുക്കൊന്ന് നമ്മുടെ ചട്ടി ഒന്ന് കൈ വെച്ചിട്ടൊന്ന് അനക്കി കൊടുത്താൽ മതി. 2 ചട്ടി ഒന്ന് അനക്കി കൊടുത്താൽ മതിയാകും. ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമ്മളൊന്ന് അനക്കി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ടാവും നമ്മൾ സ്പൂണൊക്കെ ഇട്ട് കുത്തി ഇളക്കി വരുമ്പോൾ. അപ്പോൾ ഈ സമയം നിങ്ങൾ ഉപ്പും മുളകൊക്കെ ടേസ്റ്റ് നോക്കാം കേട്ടോ. കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചാറിങ്ങനെ ഈ ഒരു കുറുകി വരുന്ന പരുവത്തിൽ നമുക്കിതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് അളവിൽ നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ 1ാം പാൽ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് കറിക്ക് കറി നല്ല പോലെ കുറുകിയിരിക്കുള്ളൂ, അതേപോലെ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാകത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. 1ാം പാൽ വെച്ചിട്ട് ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട, ജസ്റ്റ് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. ആ ഒരു നമ്മൾ ഒഴിച്ച ആ ഒരു പാലിൻ്റെ ഒരു പച്ചച്ചോവ മാറണം, അത് വരയ്ക്കും നമ്മളൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നോക്കിയാൽ തന്നെ കാണാം നമ്മുടെ കറി നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് വെട്ടി തിളപ്പിക്കേണ്ട, ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇത് ആ ഒരു തിള നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ഇതാ നോക്കിയാൽ തന്നെ കാണാം നല്ല കുറുകി തന്നെയാണ് നമ്മുടെ കറി ഇരിക്കുന്നത്. ഇത് ഇരിക്കും തോറും ഒന്നും കൂടി കുറുകി വരത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു പരുവത്തിൽ തന്നെ നമ്മുടെ കറി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കറി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന കിടിലൻ കറിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന്
മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു നുള്ള മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നേരെ നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ തേങ്ങ പിഴിയുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ കറി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഇരിക്കുന്തോറും ഒന്നും കൂടി കുറുകി വരും കേട്ടോ കറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത അടിപൊളി വിഭവങ്ങളായിട്ട് വരുന്നത് വരയ്ക്കും. ബൈ. താങ്ക്